ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 21ാമത് ഞായറാഴ്ചയാണിന്ന്. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേൾക്കുക. എന്നും ദേവാലയത്തിൽ കുഞ്ഞേച്ചിയുടെ കയ്യും പിടിച്ചെത്തുന്ന കൊച്ചുബാലനെ ഓർത്തെടുക്കുകയാണ്. എപ്പോഴൊക്കെ കുഞ്ഞേച്ചിയുടെ കയ്യും പിടിച്ച് ദേവാലയത്തിലെത്തിയാലും അവൻ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം കണ്ടാൽ ഉറക്കെ വിളിച്ചു പറയും, ദേ ചേച്ചി വീണ യേശു. അവൻ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു പറയും, ദേ വീണ യേശു, വീണ യേശു. ഇത് കേട്ടുകൊണ്ട് ഒരു ദിവസം വികാരിയച്ഛൻ പുറത്തേക്ക് വന്ന് കൊച്ചുബാലനോട് ചോദിച്ചു, മോനെ, എന്തിനാണ് നീ ഇങ്ങനെ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് വീണ യേശു, വീണ യേശു എന്ന് വിളിച്ചു പറയുന്നത്? വികാരിയച്ഛൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കൊച്ചുബാലന്റെ കൈപിടിച്ചെത്തിയ അവൻ്റെ കുഞ്ഞേച്ചിയാണ്. അച്ഛാ, അവൻ അങ്ങനെയാണ്. എവിടെ ക്രൂശിത രൂപം കണ്ടാലും അവൻ വിളിച്ചു പറയും, വീണ യേശു, വീണ യേശു എന്ന്. ഒരുപക്ഷെ യേശുവിൻ്റെ നെറ്റിത്തടങ്ങളിലെയും കാൽമുട്ടിലെയും ചോര കണ്ടിട്ടാവണം അവൻ ഇങ്ങനെ വീണ യേശു, വീണ യേശു എന്ന് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മതപഠന ക്ലാസ്സിലും ഒരു ദൈവശാസ്ത്ര കോഴ്സിലും പങ്കെടുക്കാത്ത ഈ കൊച്ചുബാലന് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ നോക്കിക്കൊണ്ട് വീണ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ജീവിതത്തിൽ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിനെ തിരിച്ചറിയണം, കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. ക്രിസ്തു സുവിശേഷത്തിൽ ഒരു പരീക്ഷ നടത്തുകയാണ്. ചോദ്യകർത്താവ് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ചിലർ പറയുന്നു സ്നാപക യോഹന്നാൻ എന്നും, ചിലർ പറയുന്നു ഏലിയ എന്നും, ചിലർ പറയുന്നു ജെറമിയ എന്നും, മറ്റു ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനെന്നും. എന്നാൽ ശിമിയോൻ പത്രോസ് വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി നൽകുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അഭിപ്രായങ്ങൾ പറയുക എളുപ്പമാണ്, എന്നാൽ നിലപാടുകൾ ചങ്കുറ്റത്തോടുകൂടെ പറയുക എന്നുള്ളത് ഏറെ പ്രയാസകരം തന്നെയാണ്. ഇവിടെ ശിമിയോൻ പത്രോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തൻ്റെ നിലപാട് ചങ്കുറ്റത്തോടെ പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് നാം കേൾക്കുക. യേശു പരീക്ഷയ്ക്കെന്ന പോലെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേസറിയ ഫിലിപ്പ പ്രദേശത്ത് വെച്ചാണ്. ഈ കേസറിയ ഫിലിപ്പി പ്രദേശം എന്ന് പറയുന്നത് അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ നാടാണ്. അഗസ്റ്റസ് സീസറിന്റെ ഒരു ക്ഷേത്രം തൊട്ടടുത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഒക്കെ വണങ്ങിക്കൊണ്ടിരിക്കുന്ന ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് യേശു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുക? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക? ഈ കാലഘട്ടത്തിൽ ഈ ഒരു ചോദ്യം നിങ്ങളോടും എന്നോടുമൊക്കെ ചോദിച്ചാൽ, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുക എന്ന ചോദ്യം ചോദിച്ചാൽ, ഒരുപക്ഷെ ബൈബിളിനെയും വിശുദ്ധരെയും സഭാപണ്ഡിതന്മാരെയും ദൈവശാസ്ത്രജ്ഞന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ആരാണെന്നുള്ള നിർവചനം നിങ്ങൾക്കും എനിക്കുമൊക്കെ നൽകാൻ സാധിക്കും. എന്നാൽ ക്രിസ്തു ആരെന്നാണ് നിങ്ങൾ പറയുക എന്ന ചോദ്യത്തിന് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉത്തരം നൽകുക പ്രയാസമാണ്. അതിനേക്കാൾ കൂടുതലായി ക്രിസ്തു ആഗ്രഹിക്കുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തു ആരെന്ന് നമ്മൾ വ്യക്തമാക്കുന്നവരായിട്ട് മാറണം. ആവശ്യം വരുമ്പോൾ ജീവിതത്തിൽ അണിഞ്ഞു വെക്കേണ്ട ആഭരണമല്ല ക്രിസ്തു. പണം ആവശ്യമായി വരുമ്പോൾ കണ്ടെത്തേണ്ട ATM കൗണ്ടർ അല്ല ക്രിസ്തു. രോഗിയായി മാറുമ്പോൾ ചികിത്സയ്ക്കായി എത്തിച്ചേരേണ്ട ഒരു വൈദ്യനല്ല ക്രിസ്തു. മറിച്ച് എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, ജീവിത സ്പന്ദനങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഒരു ക്രിസ്തു അനുഭവമാകണം എൻ്റെ ജീവിതത്തിലെ ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് കുരിശിലിങ്ങനെ വേദനയോടുകൂടെ പിടയുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ശതാധിപൻ വിളിച്ചു പറയുക, ഇതാ ദൈവത്തിൻ്റെ പുത്രൻ. വീണ്ടും നാം കേൾക്കുന്നുണ്ട്, ആ ആഴമേറിയ ക്രിസ്തുവിൻ്റെ വിലാവിലെ മുറിവ് കണ്ടുകൊണ്ട് തോമസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
3 ചോദ്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനായി നൽകുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് എന്ന് നമ്മൾ ആരായാറുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ലഹരിക്കടിമപ്പെട്ട് മുഴുവനായും ജീവിതം നശിച്ച ഒരു യുവാവിനെ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലാക്കി. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച് അവന് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടു, വിശുദ്ധരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഒക്കെ നൽകപ്പെട്ടു, ഒരു ഡയറിയും നൽകി. ഈ വിശുദ്ധ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർത്ത ശേഷം അവൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി വച്ചു: നത്തിങ് ഇൻടോക്സിക്കേറ്റ്സ് മീ മോർ ദാൻ ക്രൈസ്റ്റ്. നത്തിങ് ഇൻടോക്സിക്കേറ്റിംഗ് മീ മോർ ദാൻ ക്രൈസ്റ്റ്. ലഹരിയേക്കാൾ അധികമായി എന്നെ ഉത്തേജിപ്പിക്കുന്നത് എൻ്റെ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി ഉയർത്തേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ, സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ കൂടെ നടക്കുന്ന സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ്റെ കാറിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ, ഹീ ഈസ് മൈ ലൈഫ്. മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ, ഹീ ഈസ് മൈ ലൈഫ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുന്നവരായി മാറുവാൻ, ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറുവാൻ, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ നിലപാടുകൾ ഉറക്കെ പ്രഘോഷിക്കുന്നവരാകുവാൻ നമുക്കും അനുഗ്രഹം യാചിക്കാം. ആമേൻ.